ഹലോ എവരിവൺ, സിക്സ് മിസലേനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടികൊഴിച്ച സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള പല ടേംസും മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളവയാണ്. ഇന്നത്തെ വീഡിയോ അലോപേഷ്യ ഏരിയേറ്റയെ കുറിച്ചുള്ളതാണ്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. എന്താണ് അലോപേഷ്യ ഏരിയേറ്റ? ഇറ്റ്സ് എ ക്രോണിക് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ഓഫ് അനാജൻ ഹെയർ ഫോളിക്കിൾ leading to relapsing non-scarring hair loss in genetically predisposed individuals triggered by environmental factors. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ബ്രേക്ക് ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പമാണ്. ഇതിൽ നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ഹെയർ ഫോളിക്കിൾ, അതായത് അനാജൻ ഓർ ഗ്രോയിങ് ഫേസിലുള്ള ഹെയർ ഫോളിക്കിളിനെ അറ്റാക്ക് ചെയ്യുകയും പാച്ച് ഹെയർ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കുറച്ച് അധിക കാലം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഈ കണ്ടീഷന്റെ ജനറ്റിക് സാധ്യതകളും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കൂടുതലും കണ്ടുവരുന്നത് കൗമാരപ്രായക്കാരിലാണ്. എന്നിരുന്നാലും ചെറിയ കുട്ടികളിൽ, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് കണ്ടാൽ ഇത് കൂടുതൽ സിവിയർ ആയിട്ടും കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ടും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്താണ് അലോപേഷ്യ ഏരിയയുടെ കാരണങ്ങൾ? ഒന്ന്, ജെനറ്റിക്സ്, പാരമ്പര്യം. രണ്ടാമതായി, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുമായി അസോസിയേറ്റഡ് ആണ്. അതായത് മറ്റു പല ഡിസോർഡറിന്റെ കൂടെ ഇത് കണ്ടുവരുന്നു. ലൈക്ക് പ്രമേഹം, പാണ്ട്, തൈറോയിഡ് ഡിസോർഡർ, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ ചില അലർജി. മൂന്നാമതായി ഇമോഷണൽ സ്ട്രെസ്, അതായത് മാനസിക പിരിമുറുക്കം. നാലാമത് ഫിസിക്കൽ സ്ട്രെസ്, ലൈക്ക് പ്രഗ്നൻസി, ഇൻഫെക്ഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഡയറ്റ്, പിന്നെ വാക്സിനേഷൻ, ഹോർമോൺ. ഇതൊക്കെ അലോപേഷ്യ ഏരിയയ്ക്കുള്ള പല കാരണങ്ങളായി പറയപ്പെടുന്നു. എന്താണ് അലോപേഷ്യ ഏരിയയുടെ മെക്കാനിസം? നോർമലായിട്ട് ടീലോജൻ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസിലാണ് മുടി കൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെ മുടി കൊഴിയുമ്പോൾ ഈ ഹെയർ ഫോളിക്കിൽ നിന്ന് ഈ പഴയ മുടി കൊഴിഞ്ഞു പോകുമ്പോഴേക്കും അടുത്ത സൈക്കിളിലേക്ക് വേണ്ടിയിട്ടുള്ള മുടി, അതിന്റെ അനാജൻ ഫേസ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അപ്പം ഈ പഴയ മുടി കൊഴിഞ്ഞു പോകുമ്പോഴേക്കും ഈ ഹെയർ ഫോളിക്കിളിൽ വേറൊരു മുടി വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ ചെറിയ അനാജൻ ഫേസിൽ ചെറുങ്ങനെ ഗ്രോത്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഹെയർ ഫോളിക്കിൾ എംപ്റ്റി ആയിരിക്കില്ല. പക്ഷേ അലോപേഷ്യ ഏരിയയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റായിട്ട്, അതായത് ഒരു മിസ്റ്റേക്ക് എന്ന പോലെ നമ്മുടെ തന്നെ ഹെയർ ഫോളിക്കിളിനെ, അനാജൻ ഫേസിലുള്ള ഹെയർ ഫോളിക്കിളിനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹെയർ ഫോളിക്കിൾ അനാജൻ ഫേസിൽ നിന്ന് ടീലോജൻ ഫേസിലേക്ക് പെട്ടെന്ന് പോകും. അങ്ങനെ അതിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നു. അപ്പോഴേക്കും അടുത്ത മുടി ഉണ്ടാവുന്നതിൽ, അതായത് അടുത്ത മുടിയുടെ അനാജൻ ഫേസ് സ്റ്റാർട്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, പഴയ മുടി കൊഴിഞ്ഞു പോകുമ്പോഴേക്കും പുതിയ മുടി വരുന്നുമില്ല. അപ്പോൾ അവിടെ ഒരു എംപ്റ്റി ഹെയർ ഫോളിക്കിൾ ഉണ്ടാകുന്നു. പഴയ മുടി കൊഴിയുന്നു, പുതിയ മുടി വരുന്നുമില്ല. ആ ഒരു ഗ്യാപ്പ്, ഒരു എംപ്റ്റി ഹെയർ ഫോളിക്കിൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് കീനോജൻ ഫേസ്. നമ്മൾ മുൻപുള്ള വീഡിയോ, കഴിഞ്ഞ വീഡിയോയിൽ 4 ഹെയർ സൈക്കിൾ സ്റ്റേജസിനെ കുറിച്ചാണ് പഠിച്ചത്. അനാജൻ, കറ്റാജൻ, ടീലോജൻ, പിന്നെ എക്സോജൻ. ഈ 4 ഫേസിന് പുറമെ ചിലപ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു ഫേസ് ആണ് കീനോജൻ ഫേസ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ട്രിഗർ ഉണ്ടാകുമ്പോഴാണ് കണ്ടുവരുന്നത്. അപ്പോൾ അലോപേഷ്യ ഏരിയയുടെ മെക്കാനിസം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ടൈപ്സ് ഓഫ് അലോപേഷ്യ ഏരിയറ്റ. ഒന്നാമത് പാച്ചി അലോപേഷ്യ ഏരിയറ്റ അല്ലെങ്കിൽ അലോപേഷ്യ ഫോക്കാലിസ്. ഇതിലെന്താന്ന് പറഞ്ഞാൽ, ഒന്നോ ഒന്നിലധികമോ ചെറിയ ചെറിയ കോയിൻ സൈസ്ഡ് ആയിട്ടുള്ള പാച്ചസ് ഉണ്ടാവും. അവിടെ ഹെയർ ലോസ്, അതായത് ബാൾഡ് പാച്ചസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത് സ്കാൽപ്പിലാവാം, അല്ലെങ്കിൽ വേറെ പല മുടിയുള്ള വേറെ പല ഭാഗത്തായിട്ടും ഉണ്ടാവാം. ഓക്കെ. രണ്ടാമത്തത് അലോപേഷ്യ ടോട്ടാലിസ്, അതായത് നമ്മുടെ സ്കാൽപ്പ് ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പോകും. മൂന്നാമത്തത് അലോപേഷ്യ യൂണിവേഴ്സാലിസ്, അതെന്ന് പറയുമ്പോൾ സ്കാൽപ്പിൽ മാത്രമല്ല എവിടെയും മുടി ഉണ്ടാവില്ല. നാലാമത്തത് അലോപേഷ്യ ഒഫിയാസിസ്. ഒഫിയാസിസ് എന്ന് പറഞ്ഞാൽ സ്നേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്നേക്കിന്റെ ആകൃതിയിൽ, അതിന്റെ ഒരു ഷേപ്പിൽ ഈ പിറകിലും പിന്നെ ഈ സൈഡിലുമായിട്ട് മുടി പോകും. ഓക്കെ. അഞ്ചാമത്തത് അലോപേഷ്യ സിസൈഫോ, അതായത് നേരത്തെ പറഞ്ഞ ഒഫിയാസിസ് എന്ന വേർഡ് തിരിച്ച് സ്പെൽ ചെയ്താൽ കിട്ടുന്നതാണ് സിസൈഫോ. അതായത് ഒഫിയാസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിസൈഫോ. ഒഫിയാസിസിൽ ഇവിടെ മുടി ഈ ഒരു ഭാഗത്ത് പിറകിലും ഈ സൈഡിലും മുടി ഉണ്ടാവില്ല. സിസൈഫോയിൽ ആ ഭാഗത്ത് മാത്രമേ മുടി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കാം, ഓക്കെ, അവിടെ മാത്രം മുടി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ആൻഡ്രോജന്റിക് അലോപേഷ്യയുമായിട്ട് സാദൃശ്യം ഉണ്ടാവും അല്ലേ? ഓക്കെ. പിന്നെ ആറാമത്തത് അലോപേഷ്യ പെരിനീവോയിഡ്. നീവസ് എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറുകാണ്. പെരിനീവോയിഡ് എന്ന് പറയുമ്പോൾ മറുകിന് ചുറ്റുമായിട്ട് ഹെയർ ലോസ് ഉണ്ടാകും. അപ്പം ഈ 6 മെയിൻ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് അലോപേഷ്യ ഏരിയറ്റ. അലോപേഷ്യ ഏരിയറ്റ ഇത് ഏതൊക്കെ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഹെയർ ചേഞ്ചസ്, അതായത് മുടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെ. ഇവിടെ ചെറിയ പാച്ചസ് ആയിട്ട്, അത് റൗണ്ട് ഷേപ്പ് ആവാം, അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള കോയിൻ സൈസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് ഒറ്റയടിക്ക് തന്നെ മുടി കൊഴിഞ്ഞു പോകും. ഓക്കെ. അത് മെയിനായിട്ട് സ്കാൽപ്പിൽ നിന്നായിരിക്കും. പക്ഷേ മറ്റു ഭാഗത്ത് നിന്നുള്ള മുടിയിലും ഇങ്ങനെ പാച്ചസ് കണ്ടുവരാം. ഈ പാച്ചസിന്റെ നമ്മൾ ബോർഡർ നോക്കുകയാണെങ്കിൽ അവിടെ ബ്രോക്കൺ ഹെയർസ് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഹെയർസ് കണ്ടുവരാം.
അതായത് ചെറിയ ലെങ്ത്തിലുള്ള ബ്രോക്കൺ ഹെയർസ് ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഈ ഹെയർസ് നമ്മുടെ സ്കാൽപ്പിന് അടുത്തുള്ള ഭാഗം നേരിയതും പിന്നെ കുറച്ച് ദൂരെയുള്ള ഭാഗം നോർമൽ തിക്നെസ്സുമായിട്ട് കണ്ടുവരാം. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് പോലെ. തലമുടി മെല്ലെ തൊട്ട് തലോടിയാൽ തന്നെ മുടി കൊഴിയുന്നതായിട്ട് കണ്ടുവരാം. ഇവിടെ റാഷസോ അല്ലെങ്കിൽ റെഡ് കളറോ അങ്ങനെയൊന്നും ഈ ബാൾഡ് പാച്ചിൽ കാണണമെന്നില്ല. പക്ഷെ ചിലരിൽ മുടി കൊഴിയുന്നതിന് തൊട്ട് മുൻപ് ചെറിയ തലിപ്പോ ചൊറിച്ചിലോ പുകച്ചിലോ കണ്ടെന്ന് വരാം. ഈ പാച്ചസ് ഉണ്ടാകുന്നതിന് മെയിനായിട്ട് ബ്ലാക്ക് ഹെയർസ് ആണ്, അതായത് നമ്മുടെ ഡാർക്ക് ഹെയർസ് ആണ് ഇനീഷ്യലി ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ചിലപ്പം ആ പാച്ച് ഉള്ള ഏരിയയിൽ വെറും വൈറ്റ് ഹെയർസ് മാത്രമായിട്ട് കണ്ടുവരാം. അവിടെയുള്ള ബ്ലാക്ക് ഹെയർസ് എല്ലാം കുഴിഞ്ഞിട്ട് വെറും വൈറ്റ് ഹെയർസ് മാത്രമായിട്ട് കണ്ടുവരാം. ഇത് ബ്ലാക്ക് ഹെയർസും വൈറ്റ് ഹെയർസും ഉള്ള ആൾക്കാരിലാണ് ഞാൻ പറയുന്നത്. ഒരു പാച്ച് ഏരിയയിൽ ആദ്യം ബ്ലാക്ക് ഹെയർസ് ആണ് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ പാച്ചുള്ള ഏരിയയിൽ വെറും വൈറ്റ് ഹെയർസ് മാത്രം, ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് രാവിലെ എണീറ്റ് നോക്കിയിട്ട് വെറും ആ ഒരു പാച്ചിൽ ജസ്റ്റ് വൈറ്റ് ഹെയർസ് മാത്രമായിട്ട് കണ്ടുവരാം. പക്ഷേ ഗ്രാജുവലി ആ വൈറ്റ് ഹെയർസും കൊഴിഞ്ഞു പോകുന്നു. മിക്കവാറും ആൾക്കാരിൽ ഈ അലോപേഷ്യ ഏരിയയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ പ്രോപ്പർലി ഹെൽത്തി ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ചില പാച്ചസ് കണ്ടുവരുന്നു എന്ന് മാത്രമേ ഉണ്ടാവും. ഒരു തവണ ബാൾഡ് പാച്ച് ആയാൽ അത് ഏതൊക്കെ രീതിയിൽ പ്രോഗ്രസ് ചെയ്യാം? ഒന്ന്, ബാൾഡ് പാച്ചുള്ള ഏരിയയിൽ മുടി പഴയതുപോലെ വളർന്നു വരാം. അപ്പോൾ ആദ്യം ഗ്രേ ഹെയർസ് അല്ലെങ്കിൽ വൈറ്റ് ഹെയർസ് ആയിട്ടാണ് അവിടെ ഉണ്ടാവില്ല. പിന്നെ ഗ്രാജുവലി ബ്ലാക്ക് ഹെയർസ് വരും. രണ്ടാമത്, മറ്റു പല ഇടങ്ങളിലും ബാൾഡ് പാച്ചസ് വന്നേക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ ചിലപ്പോൾ ഈ ആദ്യമുള്ള പാച്ചിൽ മുടി പഴയതുപോലെ വളർന്നെന്നും വരാം. മൂന്നാമത്, പല ചെറിയ ചെറിയ പാച്ചസ് മേർജ് ചെയ്തിട്ട് വലിയൊരു പാച്ച് ആവാം. ചിലപ്പോൾ അലോപേഷ്യ ടോട്ടാലിസ്, അതായത് സ്കാൽപ്പിലെ മുടി പൂർണ്ണമായിട്ടും കൊഴിഞ്ഞെന്ന് വരാം. നാലാമത്, സ്കാൽപ്പിൽ മാത്രമല്ല മറ്റു പല ഇടങ്ങളിലും മുടി കൊഴിച്ചിട്ടുണ്ടായി അലോപേഷ്യ യൂണിവേഴ്സാലിസ് ആവാം. അതായത് ഓരോ ആൾക്കാരിലും വ്യത്യസ്ത രീതിയിലാണ് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത്. ചിലരിൽ ഒറ്റ തവണ ഒരു പാച്ചായിട്ട് വരാം, മറ്റു ചിലരിൽ പല തവണയായിട്ട് പാച്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലരിൽ മുടി പൂർണ്ണമായി റിക്കവർ ചെയ്യും, മുടി പൂർണ്ണമായിട്ട് വന്ന് പാച്ച് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോകും. ചിലരിൽ അങ്ങനെ ആവണമെന്നില്ല. എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും ചിലപ്പോൾ മുടി പഴയതുപോലെ വന്നില്ല എന്നും വരാം. മുടി തിരിച്ചു വളരുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്ന് നോക്കാം. ഒന്ന്, ചെറിയ പാച്ചാണെങ്കിൽ മുടി തിരിച്ചു വളരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കുറച്ച് പ്രായം ചെന്നതിന് ശേഷമാണ് ഇതേപോലത്തെ ബാൾഡ് പാച്ച് ഉണ്ടാകുന്നതെങ്കിൽ അത് നല്ലതാണ്. മൂന്നാമത്തത്, നഖത്തിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, അതായത് നെയിൽ ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിൽ, അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, അതായത് നമ്മുടെ ഫാമിലി വേറെ ആൾക്കാർക്കായിരിക്കും ഇതേപോലെ അലോപേഷ്യ ഏരിയ ഒന്നും ഇല്ല എങ്കിൽ ബെറ്റർ പ്രോഗ്നോസിസ് ആണ്, മുടി തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് മുടിക്കുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഇനി നഖത്തിനുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ജോമെട്രിക് ഓർ പാറ്റേൺ പിക്സ്, അതായത് നഖത്തിന്റെ മുകളിൽ ചെറിയ കുഴികൾ കാണാം. അതൊരു റെഗുലർ പാറ്റേൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ പിക്സ് ഉണ്ടാകുന്നത് കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അലോപേഷ്യ ഏരിയേറ്റ ഉള്ള ആൾക്കാരിലാണ് കാണപ്പെടുന്നത്. അലോപേഷ്യ ഏരിയേറ്റയിൽ കാണുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്ന്, മുടി കൊഴിച്ചിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ മോശമായേക്കാം. ഫൈനലായിട്ട് ട്രീറ്റ്മെന്റ്. മിക്കവാറും ആൾക്കാരിൽ ഒരു ട്രീറ്റ്മെന്റിനും ആവശ്യമില്ല, ഒന്നും ചെയ്യാതെ തന്നെ ഈ പാച്ചസിൽ മുടി തിരിച്ചു വന്നേക്കാം. പക്ഷെ ചിലരിൽ അങ്ങനെയല്ല, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റും. ആദ്യമായിട്ട് നമുക്ക് എയിം ഓഫ് ട്രീറ്റ്മെന്റ് നോക്കാം. നേരത്തെ പറഞ്ഞു, നമ്മുടെ തന്നെ പ്രതിരോധ സംവിധാനം നമ്മുടെ മുടിയെ അറ്റാക്ക് ചെയ്യുകയാണെന്ന്. ഇതിനെ തടയണം. അങ്ങനെയെങ്കിൽ പുതിയ പാച്ചസ് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട്, ഓൾറെഡി ഉള്ള പാച്ചിൽ മുടിന്റെ റീഗ്രോത്ത്, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം. ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള എയിം. അപ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്, ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ട്രീറ്റ്മെന്റ്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ടോപ്പിക്കൽ സ്റ്റീറോയിഡ് ക്രീംസ്, റെറ്റിനോയിഡ് ക്രീംസ്, മിനോക്സിഡിൽ, ബിമെറ്റോപ്രോസ്റ്റ്, കോൺടാക്ട് ഇമ്മ്യൂണോതെറാപ്പി. രണ്ടാമതായിട്ട്, കഴിക്കാൻ വേണ്ടി പറ്റുന്നത് ഓറൽ ട്രീറ്റ്മെന്റ്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഓറൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്, പിന്നെ ഇമ്മ്യൂണോ മൊബിലേറ്റർ, അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയെ, അതിന്റെ ശക്തിയെ കുറച്ച് കുറയ്ക്കാം. അങ്ങനെ ഹെയർ ഫോളിക്കിളിനെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തത്, സപ്ലിമെന്റ്സ് ലൈക്ക് സിങ്ക്, ഫോളിക് ആസിഡ്, വിറ്റമിൻ എ, വിറ്റമിൻ D3. മൂന്നാമത്തത്, പ്രൊസീജിയേഴ്സ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. അത് മെയിൻ ആയിട്ടാണ് ILS അഥവാ ഇൻട്രാലീഷണൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ. ഈ ബാൾഡ് പാച്ചസിലെ അവിടെ സ്റ്റീറോയിഡ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തത്, ലേസർ ചെയ്യാം, പിന്നെ മൈക്രോ നീഡ്ലിംഗ്, ഫോട്ടോതെറാപ്പി, ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ്. നാലാമത്തതായിട്ടുള്ള ക്യാമോഫ്ലേജ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ക്യാമോഫ്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ ഇത് കാണാത്ത രീതിയിൽ മാസ്ക് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് വിക്ക് വെക്കാം, അല്ലെങ്കിൽ തൊപ്പി ധരിക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 2-3 പാച്ചസ് ഉണ്ടെങ്കിൽ അത് ഒരു വൃത്തിയുടെ പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മുടിയാൻ മുട്ടയടിക്കാം. അപ്പം ഈ ഒരു അലോപേഷ്യ ഏരിയ ഉണ്ടെന്ന് ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ ഇതിന് പുറമെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാച്ചുള്ള ഏരിയയിൽ നമ്മൾ സൺസ്ക്രീൻ വരണം. അങ്ങനെയെങ്കിൽ സൂര്യാഘാതത്തിൽ നിന്ന് നമുക്ക് ആ പാച്ച് ഏരിയയിലുള്ള സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കൺപീലി അല്ലെങ്കിൽ കൺപുരികത്തിലാണ് ഈ ബാൾഡ് പാച്ച് ഉള്ളതെങ്കിൽ നമ്മൾ സൺഗ്ലാസസ് ധരിക്കണം. എന്നാൽ പൊടിയിൽ നിന്നും സൂര്യനിൽ നിന്നും കണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റും. ഹെയർ ലോസ് സീരീസിലെ 3ാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സീരീസിലെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.